ഇപ്പോൾ ഒരു പുതിയ ആള്, ഒരു മാരേജിന് റെഡി ആയിട്ടുള്ള ഒരാള് ഒരു പാർട്ട്ണറെ എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത്? ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? അത് അവർക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ 2 ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും സംസാരിക്കുമ്പോൾ നമ്മുടെ ഓരോ ഫ്രണ്ട്സും നമ്മളെ മനസ്സിലാക്കുന്ന രീതി വേറെ ആയിരിക്കും. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യം അതുപോലെ മനസ്സിലാക്കുന്ന ആളായിരിക്കും എപ്പോഴും നമുക്കൊരു നല്ല പാർട്ണറായിട്ട് വരിക. നമ്മൾ പറയുന്നതൊന്നും എന്നാൽ അതിനെ വേറൊരു കാര്യമായിട്ട് മനസ്സിലാക്കുന്ന ആളാണെങ്കിൽ അവർക്കിടയിൽ ക്രാഷ് വരും. അപ്പോൾ അവർക്ക് സംസാരിക്കാനുള്ള ഒരു ഫ്ലുവൻസി ഉണ്ടോ, അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ ഒരു ഫാമിലി ബിൽഡ് ചെയ്യുന്നതിന് വലിയ പ്രശ്നം വരില്ല. നമ്മൾ പറയും ഒരേ സ്വഭാവമുള്ളവരാവണം, ഓപ്പോസിറ്റ് സ്വഭാവമുള്ളവരും, അങ്ങനെയൊന്നുമില്ല. ഒരേ സ്വഭാവമുള്ളവരും ഒരുമിച്ച് ജീവിക്കുന്നുണ്ട്, ഓപ്പോസിറ്റ് സ്വഭാവമുള്ളവരുണ്ട്. ഇതാണ് അവർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ പറ്റണം. അതിപ്പോൾ ഓപ്പോസിറ്റ് സ്വഭാവമുള്ള ഒരാൾ അതുപോലെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ പ്രശ്നമില്ല. പക്ഷെ നമ്മൾ ഒരാളെ ഇങ്ങോട്ടേക്കും മാറ്റി നമ്മളെ രീതിയിലാവണം എന്ന് പറയുമ്പോഴാണ് അവിടെ പ്രശ്നം വരുന്നത്. ഓരോരുത്തരും ഓരോ ഡിഫറെൻറ്റ് പേഴ്സൺസ് അല്ലേ. അപ്പോൾ അതുപോലെ മനസ്സിലാക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ അവിടെ ഒരു പ്രശ്നവും വരില്ല.